ഇന്ദ്രന്റെ കോപമാണ് ഇതിന് കാരണം എന്ന് മനസ്സിലാക്കി അവരെല്ലാവരും ഭഗവാന്റെ അടുത്തേക്ക് പോയി. ഉണ്ണി, നീയല്ലേ പറഞ്ഞത് ഇന്ദ്രനെ പൂജിക്കേണ്ടതില്ലാന്ന്? ഇപ്പൊ ഇന്ദ്രന്റെ കോപം കൊണ്ടാണ് നമ്മൾ ഇത് അനുഭവിക്കുന്നത്, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഭഗവാൻ സിമ്പിളായിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ പൂജിച്ച ആള് തന്നെ നമ്മളെ രക്ഷിക്കും. നമ്മളെ രക്ഷിക്കേണ്ട ബാധ്യത ഗോവർദ്ധനത്തിനുണ്ട്. എല്ലാവരും ഗോവർദ്ധനത്തിൻ്റെ അടുത്തേക്ക് വരൂ എന്ന് പറഞ്ഞു. ആ ഗോവർദ്ധന പർവ്വതത്തെ ഭഗവാൻ തൻ്റെ ആ ചെറു കൈയിലെ കുഞ്ഞു വിരലുകൊണ്ട് അങ്ങോട്ട് ഉയർത്തി അതിനകത്തേക്ക് മുഴുവൻ കന്നുകാലികളും വ്രജവാസികളും മുഴുവൻ കയറി നിന്നു എന്നാണ്. 7 ദിവസം 7 പകലും 7 രാത്രിയും നിന്ന് ആ മഴ പെയ്തു. ആ മഴയുടെ മുഴുവൻ ശക്തി ഉപയോഗിച്ചിട്ടും ഗോക്കളെയോ ഗോകുലത്തിലെ ആളുകളെയോ ഉപദ്രവിക്കാൻ ദേവേന്ദ്രന് സാധിച്ചില്ല. തൻ്റെ മുഴുവൻ ശക്തിയും ചോർന്നു പോകുന്നു എന്ന് മനസ്സിലാക്കിയ ദേവേന്ദ്രൻ തെറ്റ് മനസ്സിലാക്കുകയും ഈ ഗോവർദ്ധനോദ്ധാരിയായി നിൽക്കുന്ന ആ ഭഗവാന്റെ കാൽക്കൽ വന്ന് നമസ്കരിക്കുകയും ചെയ്തു എന്നാണ്.